അതൊന്നും എനിക്ക് അത് ഇപ്പൊ സത്യമാണെന്ന് ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. അല്ല എപ്പൊ തേടണമായിരുന്നേ. അല്ല ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? സന്ദർശനവുമായിട്ട് ബന്ധപ്പെട്ട് ശ്രീ ആശാവർക്കർമാരുടെ ചർച്ച നിലവിലാണ് പറഞ്ഞത്. പക്ഷേ നീ ആര് കേന്ദ്ര ധനമന്ത്രി? നിങ്ങൾ രാവിലെ ഏഷ്യാനെറ്റ് ന്യൂസ് ചെയ്യുന്നത് എന്താ? ഞാൻ പോയില്ല. അപ്പൊ എന്താ കൊടുത്തത് തലേന്ന് രാത്രിയാണെന്ന് കണ്ടുപിടിക്കാനല്ലേ? അത് നിങ്ങൾ കണ്ടുപിടിക്കും കേട്ടോ. അത് കണ്ടുപിടിച്ചോളൂ. അതെ, നമ്മൾ തമ്മിൽ ഇവിടെ വെച്ചൊരു വാക്ക് തീർക്ക് ഒഴിവാക്കുന്നതല്ലേ നല്ലത്. അതെനിക്ക് നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ, ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതങ്ങ് വിശ്വസിച്ചോളൂ കേട്ടോ. നിങ്ങളിപ്പോ അതല്ലേ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്ന ഏഷ്യാനെറ്റ് ന്യൂസ്. ഏഷ്യാനെറ്റ് ന്യൂസ് അതങ്ങ് വരുത്തി തീർക്കാൻ ശ്രമിക്കൂ കേട്ടോ. അല്ല നിങ്ങളല്ലേ പറയുന്നത് കേന്ദ്രമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞു എന്ന്. അത് നിങ്ങളങ്ങ് വരുത്തി തീർത്തോളൂ. ആര് പറഞ്ഞു? അല്ല നിങ്ങൾക്ക് എന്താ ഇപ്പൊ പ്രശ്നം? ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായേ. അല്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഏഷ്യാനെറ്റ് ന്യൂസിന് എന്താ പ്രശ്നം? ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് അനുവാദം തേടിയതാണോ പ്രശ്നം? പിന്നെ എന്താ പ്രശ്നം? എനിക്കും പിടികിട്ടാത്ത എപ്പോ തേടണമായിരുന്നു? എപ്പോ തേടണമായിരുന്നേ? അല്ല ഞാൻ ആദ്യം ഇവിടെ സംസാരിക്കട്ടെ, അവർക്ക് ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ. അതുകൊണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് അല്ല എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസ് രാവിലെ വാർത്ത കൊടുത്തായിട്ട് ഇപ്പൊ ഞാൻ വന്നിറങ്ങി പറഞ്ഞു. എന്താണ് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ പ്രശ്നം? ഇപ്പൊ ഷുവറായില്ലേ? ഞാൻ അപ്പോയിന്റ്മെന്റ് തേടിയതാണോ പ്രശ്നം? ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. അല്ല ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഊഹങ്ങളിൽ വാർത്ത കൊടുക്കുന്നു. ആ ഊഹങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കാൻ എനിക്ക് പറ്റില്ല. എനിക്ക് ഞാൻ പറയേണ്ട കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇന്നലെ ഡൽഹിയിൽ നിങ്ങളുടെ ഉൾപ്പെടെ റിപ്പോർട്ടറോട് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്തായിരുന്നു? ഇന്നലെ ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്ത ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നിയമസഭയിലെ വീഡിയോയുടെ ഡേറ്റ് നോക്കിയാൽ മതിയാകും. ഇനി അങ്ങനെ ഡൽഹിയിൽ പോകുമ്പോൾ ഞാൻ ഈ ആശമാരുടെ ഒരു സമരം, ഒരു കേന്ദ്ര സ്കീമിലുള്ള ആശമാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കാണാൻ അനുവാദം തേടിയത് തെറ്റാണോ? എനിക്കതാ അറിയാതെ. തെറ്റാണോ? സാരമില്ല, ഒരബദ്ധം ആർക്കും പറ്റും. എനിക്ക് ഫീൽ ചെയ്തിട്ടൊന്നുമില്ല, അതോർത്ത് വിഷമിക്കണ്ട. അത്രേ ഉള്ളൂ. അല്ല അതിന്റെ ഔചിത്യം എന്താണ്? നിങ്ങൾ എന്താ പറയുന്നത്? എപ്പോഴാ തേടി? അല്ല ഞാനൊന്ന് സംസാരിച്ചിട്ട് അടുത്ത ആളിലോട്ട്. എന്തെന്ത് മോഹങ്ങളായിരുന്നു, എല്ലാം പാഴായി പോയല്ലോ ദൈവമേ. അല്ല അങ്ങോട്ട് സംസാരിക്കാം. വണ്ടുകൊണ്ടല്ലോ, ഒന്ന് സംസാരിക്കട്ടെ. അത് ഞാൻ പറയാലോ. ഇതൊരു നടക്ക് പോണ മാതിരില്ല. അപ്പൊ ഏഷ്യാനെറ്റ് ന്യൂസിന് എപ്പോഴാണ് ഞാൻ കൊടുത്തതെന്നാണ് നിങ്ങൾ പറയുന്നത്? ഏഷ്യാനെറ്റ് ന്യൂസ് പറയും. അല്ല എപ്പോ എടുക്കണമായിരുന്നു? എടുക്കുമല്ലോ. അപ്പൊ അല്ല ഞാൻ എപ്പോ എടുത്തു എന്നാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങൾ അതിര് കിടക്കുന്നു. ഇപ്പം സംസ്ഥാനത്തെ ആരോഗ്യമന്ത്രിയോ ക്രൂശിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഏഷ്യാനെറ്റ് ന്യൂസ് ശ്രമിക്കുന്നതെന്നാണ് എനിക്ക് കാണുന്നത്. ഇതാണ് സാഹചര്യം, വളരെ ക്ലിയർ ആണ്. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താണ്? ഈ പേര് പറഞ്ഞിട്ട് മന്ത്രി ഇതേ പോകുന്നു. ആരാണാവോ അത്? ഞാനാണാവോ അത്? ഇപ്പൊ എന്നെ നിങ്ങൾ കാത്തുനിന്നത് എന്താണ്? എപ്പോഴാണ് ഞാൻ അപ്പോയിന്റ്മെന്റിന് കത്ത് കൊടുത്തതെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് റിപ്പോർട്ടറിനോട് അങ്ങനെയാണ് ചോദിച്ചത്. അപ്പൊ ഇന്ന് രാവിലെ നിങ്ങൾ കൊടുത്തായിട്ട് ഞാൻ കാണുന്നത് മന്ത്രി പറഞ്ഞത് പച്ചക്കള്ളം. മുമ്പോട്ട് വെച്ചാൽ മുമ്പോട്ട് തന്നെ വരും. അപ്പൊ ഇന്നലെ കൈരളിയുടെ റിപ്പോർട്ട് എന്നോട് ചോദിച്ചു കൊടുത്തതിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടോ? അതിന്റെ അന്നേരം തന്നെ ഞാനത് കൊടുത്തിരുന്നു. അപ്പൊ ഈ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത സാഹചര്യവും കേന്ദ്രമന്ത്രിയോട് പറയും എന്നുള്ള പറഞ്ഞതും വളരെ വ്യക്തമാണ്. അതിന്റെ പേരിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു അപ്പോയിന്റ്മെന്റ് തേടിയത് കുറ്റകരമാണ്, ആ അപ്പോയിന്റ്മെന്റ് തേടിയതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങയുടെ പേരെന്താ?
എനിക്ക് വ്യക്തിപരമായ പ്രശ്നമില്ല കേട്ടോ. നിങ്ങളുടെ സ്ഥാപനത്തിലെ ചില മാധ്യമപ്രവർത്തകരുടെയും പ്രശ്നമാണ്. അല്ല, ഷാമിനോട് എനിക്ക് ഇതില്ല. രാവിലെ ഞാൻ ഓരോരുത്തന്മാർ കെട്ടിയെടുത്തോളൂ, പൂവും കായും. ഞാൻ 2016 മുതൽ ഇത് കാണുന്നതാ. അതുകൊണ്ടാണ് ഞാൻ വളരെ കൃത്യമായി ഏഷ്യാനെറ്റ് ന്യൂസിനോട് നിങ്ങളുടെ സമീപനങ്ങളോട് ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയുന്നുണ്ട്. വ്യക്തിപരമായിട്ടുണ്ടാകുന്ന നിങ്ങൾ ഉയർത്തുന്ന വിഷയം എനിക്കെതിരെയുള്ള ആക്രമണത്തോട് ഞാൻ വളരെ കൃത്യമായ നിലപാടെടുത്ത് തന്നെയാണ് പോകുന്നുള്ളത്. നോക്കൂ, ഞാൻ ഡൽഹിയിൽ പോയിട്ട് തിരിച്ചിവിടെ എത്തുമ്പോൾ നിങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ നിങ്ങൾ എന്നോട് ചോദിക്കുകയാണ് എപ്പോഴാണ് കൊടുത്തത്. 12-ാം തീയതി അനുവാദം തന്നില്ലേ, എന്തുകൊണ്ട് 12-ാം തീയതി ചോദിച്ചില്ല? ഞാൻ ആ സാഹചര്യം വളരെ കൃത്യമായി പറഞ്ഞു. കാരണം ഇവിടെ ഇവർ വീണ്ടും സമരത്തിലേക്ക് പോകുന്ന, നിരാഹാരത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഞാൻ ചത്താൽ ആ കാശ് എന്റെ പിള്ളേർക്ക് കൊടുക്കണം. ഞാൻ വാക്ക് പറഞ്ഞ വാക്കായപ്പോ അപ്പൊ ചാവുന്ന ഉറപ്പാ. അപ്പോ അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നത്, ഈ ഒരു സാഹചര്യത്തിൽ അനുവാദം എടുത്തതാണോ തെറ്റ്? ഇനി ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഡൽഹിയിലെ ഞാൻ നൽകിയ ബൈറ്റ് കൂടി ശ്രദ്ധിക്കുക. അതെന്തോന്ന് സാധനം? കുറച്ചുകൂടെ മാന്യതയോടെ സംസാരിക്കണം. ഞാനൊരു സെലിബ്രിറ്റിയാണ്, അത് ഓർമ്മ വേണം. ആ ബൈറ്റിൽ എന്താണ് പറയുന്നത്? അതായത് അദ്ദേഹം പാർലമെന്റിന്റെ തിരക്കായതുകൊണ്ട് ഇന്ന് അദ്ദേഹത്തെ കാണാൻ കഴിയുമെന്നറിയില്ല. അദ്ദേഹം അപ്പോയിന്റ്മെന്റ് തരുമ്പോൾ കാണും, അല്ലെങ്കിൽ ഞാൻ റെപ്രസെന്റേഷൻ കൊടുക്കും, അത്രേ ഉള്ളൂ. ഇവൻ ഞാൻ ഉദ്ദേശിച്ചതിനെക്കാളും തറയാണല്ലേ തത്തറ. ഒരു വകതിരിവില്ലാത്ത മലയാളി. നിങ്ങൾ എന്താണ് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത്? എന്തൊക്കെയായിരുന്നു ഇവിടെ? ഇനി ഒരു കാര്യം എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾ ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വാർത്ത കൊടുത്തോ. ഞാൻ സത്യമാണ് പറഞ്ഞത്, അല്ലെന്ന് നിങ്ങൾ തെളിയിക്കുക. നിങ്ങൾ എന്തോ ഞാൻ എന്താ പറഞ്ഞു? അതിന് തന്നാരും വിളിച്ചില്ല. വിളിച്ചു തന്നെയല്ലേ എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ ഇടപെടുത്താ? ഞാൻ പറഞ്ഞ സത്യം നിങ്ങളുടെ മുന്നിലുണ്ട്. അപ്പൊ ഇത് വളരെ കഷ്ടമാണ് കേട്ടോ. എന്റെ ഉറക്കം പോയിട്ട് 3-4 മാസമായി. നിങ്ങൾ വീണ്ടും അവിടെ തന്നെ നിൽക്കണോ? അപ്പൊ അത് അവിടെ തന്നെ കുരുങ്ങുവാ. ചെറുതായിട്ട് അപ്പോയിന്റ്മെന്റ് ആവശ്യപ്പെട്ടിരുന്നു 18-ാം തീയതി. ഞാൻ എന്തിനാണ് ഏഷ്യാനെറ്റ് ന്യൂസിനെ ബോധിപ്പിക്കുന്നത്? എനിക്കൊരു മീഡിയ ഉണ്ട്, സാമൂഹ്യ മീഡിയ ഉണ്ട്. ആ മീഡിയത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറയേണ്ട ആവശ്യം എനിക്കില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി, ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി എനിക്ക് വയ്യ. എന്റെ സോഷ്യൽ മീഡിയയിൽ ഞാൻ പങ്കുവച്ചോളാം കേട്ടോ. ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി. കടലിൽ കിടന്ന കോണാനെടുത്ത് കഴുത്തി ചുറ്റിയല്ലോ ദൈവമേ. കേരളത്തിന്റെ ഒരു അവസ്ഥയെ ശ്രീ എം കെ ഹരിദാസ്, ആശമാരുടെ സമരത്തെ തള്ളിപ്പറയാൻ ആർക്കും കഴിയുകയില്ല. അതിനിടെയാണ് ഞാൻ ഡൽഹിയിൽ പോയി പ്രശ്നം പരിഹരിക്കാൻ പോകുന്നു എന്ന രീതിയിലുള്ള വാർത്താ സമ്മേളനത്തിൽ അവർ പറഞ്ഞത്. ഈ ക്യൂബയുടെ സംഘത്തെ കാണാൻ പോകുന്നു എന്നൊന്നും അല്ല കേട്ടോ. ആ വാർത്താ സമ്മേളനം കേട്ട് നോക്കിയാൽ അറിയാം. അങ്ങനെയാണല്ലോ ഇന്നലെ ഡൽഹിയിലേക്ക് പോയത്. പക്ഷെ അതിനിടയ്ക്കാണ് ഈ ക്യൂബൻ സംഘത്തെ കാണുക എന്നുള്ളതാണ് മുൻഗണന എന്ന രീതിയിലുള്ള കാര്യം വെളിയിലേക്ക് വന്നത്. ഒരുപാട് സ്വകാര്യം പറയാനുണ്ട്. സ്കൂൾ ഷെഡിന്റെ പുറകിലോട്ട് വരാവോന്ന്. അതാ കുഴപ്പമായ. ഞങ്ങൾ അവിടെ സംസാരിച്ചോണ്ട് നിൽക്കുന്നത് ആരാണ്ടൊക്കെയോ കണ്ടുപോലും. അതിനുശേഷം ഇല്ലാത്ത പുകിലൊന്നുമില്ല. അടിപിടിയും ബഹളവും ഒന്നും പറയണ്ട. ഞാൻ ആ ജാളിത മറച്ചു വെക്കുന്നതിന് വേണ്ടിയല്ലേ ആരോഗ്യമന്ത്രിയെ കാണാൻ സാധിക്കാഞ്ഞിട്ട് കൂടി ഇന്ന് മാധ്യമങ്ങളോട് ശോഭിച്ച് സംസാരിച്ചത് നമ്മുടെ ആരോഗ്യമന്ത്രി. ഇതൊക്കെ മനസ്സിലാക്കാൻ വേറെ എവിടെയെങ്കിലും പോകേണ്ട ആവശ്യമുണ്ടോ? എങ്ങനെയുണ്ട്